നമസ്കാരം. പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വളരെ വിശദമായ ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിച്ച് കത്തി രോഗി മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. പുലർച്ചെ 3:30 മിംസ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, രാവിലെ തന്നെ അതിദാരുണമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത്? പ്രവിത, പുലർച്ചെ 3:30 ഈ ദാരുണമായ അപകടമുണ്ടാകുന്നത്. കനത്ത മഴയാണ് കോഴിക്കോട് നഗരത്തിൽ. ഈ മഴയിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഈ മിംസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയും തുടർന്ന് അഗ്നിക്കിരയാവുകയുമായിരുന്നു. ഈ ആംബുലൻസിനകത്ത് 6ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ രോഗി വെന്തുമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റ് 5 പേർ, അതായത് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന മറ്റ് 5 പേർ പുറത്തേക്ക് തെറിച്ചു വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാനായി സാധിച്ചത്. അവരെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിൽ നിന്നടക്കം ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഈ മഴയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ട്രാൻസ്ഫോമറിന് ഈ ആംബുലൻസ് ഇടിക്കുകയും തുടർന്ന് ഈ ആംബുലൻസ് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റുള്ളവർ പുറത്തോട്ട് തെറിച്ചു വീണു. പക്ഷേ രോഗി ഈ വാഹനത്തിനകത്ത് തന്നെ കുടുങ്ങിപ്പോയി. തുടർന്ന് വെന്തു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ പുലർച്ചെ 3:30 ആയതിനാൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതുവഴി കടന്നുപോയ വാഹനത്തിലുള്ളവരാണ് ഇത് സമീപത്ത് ഈ ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ പോലീസിനെയും ഒക്കെ അറിയിക്കുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരിച്ച ഈ സുലോചനയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത്. ഏതായാലും പ്രവിധ, ദാരുണമായ ഒരു അപകടം. ഈ പരിക്കേറ്റ മറ്റ് 5 പേർ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തിയതിനു ശേഷം രോഗി വെന്തി മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11:40 പത്രിക സമർപ്പിക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം 18ലധികം കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയെ അനുഗമിക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, അങ്ങനെ വിപുലമായ രീതിയിലാണ് പ്രധാനമന്ത്രി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോഴുള്ള ഒരുക്കങ്ങൾ. 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർക്ക് പുറമെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളാണ് BJP നടത്തുന്നത്? അവസാന ഘട്ടത്തിലാണ് വാരണാസി, 7ാം ഘട്ടത്തിലാണ് വാരണാസി വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശം BJPയെ സംബന്ധിച്ച് വാരണാസിയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ നേട്ടമുണ്ടാക്കുക എന്നതിന് വാരണാസിയിലെ ഈ പ്രചരണം കൂടി ഊർജ്ജമാക്കുക എന്നത് BJP ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചരണ പരിപാടികളും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് അനുബന്ധമായിട്ടുള്ള റാലികളും ഒക്കെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാകും പോവുക. ഗംഗാസ്നാനം അദ്ദേഹം നിർവഹിക്കും. 11:40 പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഈ 11:40 എന്ന സമയം തിരഞ്ഞെടുക്കുന്നതും ഈ ജ്യോതിശാസ്ത്ര നിർദ്ദേശം അനുസരിച്ചാണ്. അത് പ്രകാരം ആ സമയം അത് അഭിജിത്ത് മുഹൂർത്തമാണ്. നേരത്തെ അയോധ്യയിൽ ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ സമയം ത്തിന് സമാനമായിട്ടുള്ള ഒരു സമയമാണ് ഇന്നത്തെ ഈ 11:40. അതുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതിനുശേഷം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം BJP പ്രവർത്തകരെ കാണും. വാരണാസിയിലെ BJP പ്രവർത്തകരുമായി അദ്ദേഹം സംവദിക്കും. പ്രചരണ പരിപാടികൾ അടക്കമുള്ളവ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചായിരിക്കും അദ്ദേഹം ഈ ചർച്ച നടത്തുക. 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടാകും എന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ കേന്ദ്രമന്ത്രിമാരും 18 പേര് ഇതിനകം തന്നെ വാരണാസിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. ഇന്നലത്തെ ഈ റോഡ് ഷോയ്ക്ക് പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഈ ദിവസത്തെ പരിപാടികളും ഒരു വലിയ ഷോയാക്കി മാറ്റുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ലഭ്യമാക്കുക എന്ന് BJP കരുതുന്നു.
ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11:40 പത്രിക സമർപ്പിക്കുക. ആഭ്യന്തരമന്ത്രി അടക്കം 18ലധികം കേന്ദ്രമന്ത്രിമാരും 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ ഇന്ന് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നടക്കും. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും റോഡ് ഷോയുടെ ഭാഗമാകും. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് കുരുക്ഷേത്ര. സുശീൽ ഗുപ്തയാണ് സ്ഥാനാർത്ഥി. നാളെ മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കെജ്രിവാൾ സജീവമാകും. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചാരണത്തിനിറങ്ങും. കെജ്രിവാൾ പ്രഖ്യാപിച്ച 10 ഗ്യാരണ്ടികൾ ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ CPIM അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. CPIM വിമത നേതാവ് R. രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് അട്ടിമറി നീക്കം. 13-ൽ 7 അംഗങ്ങളും നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട്. കോൺഗ്രസ് CPIM കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്ന് CPIM പഞ്ചായത്ത് അംഗം ആരോപിച്ചു. അംഗങ്ങൾ തമ്മിലുള്ള ശബ്ദരേഖ പുറത്തുവന്നു. ഇന്നലെ നാസർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പാർട്ടി ഓഫീസിലോ? നാസർ പറഞ്ഞത് ഒരു ജില്ലയിലും പഠിപ്പിച്ചു വിട്ടോ, ഒന്നും തെറ്റരുത്. ഞങ്ങൾക്ക് കാരണം കാണിക്കുന്ന നോട്ടീസ് മാത്രമേ ഉള്ളൂ. എന്നാ പറഞ്ഞ പഠിപ്പിച്ചു വിട്ടോന്നും തെറ്റരുതെന്നോ? നാസർ പറഞ്ഞത് എല്ലാരും പഠിപ്പിച്ചോളൂ, തെറ്റരുതെന്ന് ഔഷധത്തിലേ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീ അത് പേടിക്കേണ്ടതാണ്. ഞാനതാ ഉറപ്പ് പറയുന്നത്. എനിക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തെ കാര്യം ഇത് സംവിധാനം വഴിയാണ്. മനീഷ് മഹിവാൾ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ ആലപ്പുഴയിൽ വിഭാഗീയത വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ഇതിന്റെ ഭാഗമായാണോ ഇങ്ങനത്തെ ഒരു നടപടി? കവിതലക്ഷ്മി, കഴിഞ്ഞ 1.5 വർഷമായി കുട്ടനാട്ടിൽ വലിയ രീതിയിലുള്ള CPM-ൽ വിഭാഗീയത നിലനിൽക്കുകയാണ്. അവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് 200-ലധികം CPM മെമ്പർമാർ CPI-യിലേക്ക് പോയിരുന്നു. ഇതിന്റെ ഒരു വിമത നീക്കം നടത്തിയത് നിലവിൽ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള രാജേന്ദ്രകുമാർ ആണ് എന്ന രീതിയിലാണ്. രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ രാമങ്കരി പഞ്ചായത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ആകെയുള്ള 13 അംഗങ്ങളിൽ 9 CPIM അംഗങ്ങളുണ്ട്. അതിൽ 3 അംഗങ്ങൾ CPIM-ന്റെ 3 അംഗങ്ങളാണ് കോൺഗ്രസിന്റെ 4 അംഗങ്ങൾക്കൊപ്പം ഇതിന് പിന്തുണ നൽകിയിട്ടുള്ളത്. അതായത് 13-ൽ 7 അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ പിന്തുണച്ചാൽ, അവതരണത്തിൽ പിന്തുണച്ചാൽ അവിടെ LDF-ന്റെ ഭരണം നഷ്ടമാകും. CPM-ന്റെ ഭരണത്തിലുള്ള പഞ്ചായത്ത് വർഷങ്ങളായി CPM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്താണ്. അവിടെ ഇന്ന് ഈ രീതിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ അത് LDF-ന്റെ കൈകളിൽ നിന്നും ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തും. അങ്ങനെ വലിയ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കമെന്ന ഒരു വലിയ ആക്ഷേപമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു കോൺഗ്രസ് CPIM കൂട്ടുകെട്ട് ഈ രാമങ്കരി പഞ്ചായത്തിലുള്ള ഇങ്ങനെ ഉണ്ടാകുന്ന വിവരം CPM നേതൃത്വം അത് അനുമതിയോടുകൂടിയല്ല, CPM നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയല്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്ന് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ CPM-ന്റെ ജില്ലാ സെക്രട്ടറി R. നാസറും ഒപ്പം തന്നെ കുട്ടനാട്ടിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ നീക്കത്തെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇവർ ഈ 3 അംഗങ്ങളെ, അതായത് ഈ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 3 CPIM അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദരേഖയിൽ ജില്ലാ സെക്രട്ടറി R. നാസർ അടക്കം അവിടെ കുട്ടനാട്ടിൽ രാമങ്കരിയിൽ എത്തി അവിശ്വാസ പ്രമേയത്തിൽ എങ്ങനെയാണ് അവിശ്വാസ പ്രമേയത്തിൽ നടപടികൾ ഇടപെടേണ്ട അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിലാണ് നിലവിൽ രാമങ്കരി പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള രമ്യയും ഒപ്പം തന്നെ ബിൻസ് ജോസഫ് എന്ന മറ്റൊരു പഞ്ചായത്ത് അംഗം തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് രാമങ്കരി പഞ്ചായത്തിൽ ഈ അവിശ്വാസ പ്രമേയം. പ്രവിത. ശരി, മനീഷ് മഹിമാലാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ തന്റെ പേര് വലിച്ചിഴച്ചതിനെതിരെ പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളിലേക്ക് ഇതര പാർട്ടികളിലെ ജനപ്രതിനിധികളെ വലിച്ചിഴയ്ക്കുന്നത് പരിഹാസ്യമെന്ന് K. മണികണ്ഠൻ. താനും രാജ്മോഹൻ ഉണ്ണിത്താനുമായി സംസാരിക്കുന്ന ചിത്രം പോലും രാഷ്ട്രീയ വൈര്യം തീർക്കാൻ കോൺഗ്രസ് ഉപയോഗിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? പ്രവിത, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പിരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താനും K. മണികണ്ഠനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. വലിയ തരത്തിലുള്ള വിമർശനം ഇതിനെതിരെ ഉയർന്നു വന്നു. അതായത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP സൗഹൃദം പങ്കിട്ടു, ഇരുട്ടിന്റെ മറവിൽ സൗഹൃദം പങ്കിട്ടു എന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസിലെ മറ്റ് നേതാക്കളും തമ്മിലുള്ള ഈ ഗ്രൂപ്പ് പോരിൽ
ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികളെ വലിച്ചിഴക്കുന്നത് പരിഹാസ്യമാണ് എന്ന തരത്തിലുള്ള ആരോപണമായാണ് ഇപ്പോൾ കെ മണികണ്ഠൻ രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ട രാജ്മോഹൻ ഉണ്ണിത്താനും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ബാലകൃഷ്ണൻ പെരേരയും തമ്മിലുള്ള രാഷ്ട്രീയ വൈരം തീർക്കാനാണ് തന്റെ ഫോട്ടോ വലിച്ചിഴക്കുന്നത്. താൻ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ രാഷ്ട്രീയ വൈരം തീർക്കാൻ കോൺഗ്രസുകാർ തന്റെ ഫോട്ടോ വലിച്ചിഴക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഈ കെ മണികണ്ഠൻ, ഈ പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മണികണ്ഠൻ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ചടങ്ങിനിടെ ജനപ്രതിനിധികൾ എന്ന രീതിയിൽ മാത്രമായാണ് ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിനെതിരെ CPM കൂടി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രവിത. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിനെതിരെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി രംഗത്തെത്തിയിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി ജഡ്ജിയുടെ സ്ഥലം മാറ്റം നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ പൂർത്തിയാക്കാനും വിധി പ്രസ്താവിക്കാനും നിലവിലെ CBI പ്രത്യേക ജഡ്ജിയെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ കേസ് മാറ്റിയ ഘട്ടത്തിലായിരുന്നു ജഡ്ജിയുടെ സ്ഥലം മാറ്റം. വിധി പ്രസ്താവം വൈകാൻ സ്ഥലം മാറ്റം കാരണമാകും എന്നാണ് ഹർജിക്കാരുടെ വാദം. കോഴിക്കോട് ട്രാൻസ്ഫോമറിലിടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി ബന്ധുമരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഈ അപകടത്തിൽ രോഗി ബന്ധുമരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അപകടത്തിൽ പരുക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനില നിലവിലെങ്ങനെ? പ്രവിത, നമ്മളിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഈ മിംസ് ഹോസ്പിറ്റലിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം നടന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. ഇപ്പോഴും പുക ഉയരുന്നുണ്ട് ഈ ആംബുലൻസിനകത്ത് നിന്ന്. ആംബുലൻസിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ ഈ മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് മിംസ് ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയക്കായി രോഗിയുമായി പോയ ആംബുലൻസ് ആയിരുന്നു. ഈ പ്രദേശത്തെത്തിയപ്പോൾ, അതായത് ഈ പുതിയറ ഭാഗത്തെത്തിയപ്പോൾ ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കത്തിക്കരിഞ്ഞ നിലയിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. സമീപത്ത് തന്നെ ഈ ആംബുലൻസുമുണ്ട്. കൂടാതെ ഈ സമീപത്തുള്ള ഈ ബിൽഡിങ്ങിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഇടിച്ച ഉടനെ, ഈ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച ഉടനെ രോഗിയില്ലാതെ ബാക്കി 4 പേരും പുറത്തേക്ക് തെറിച്ചു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രോഗിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ഈ തീപിടുത്തത്തിൽ രോഗി വെന്തുമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാദാപുരം സ്വദേശിയായ സുലോചനയാണ് ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. തുടർന്ന് ഈ നാട്ടുകാരൊക്കെ ചേർന്ന് അടുത്ത ഇതിന് തൊട്ട് മുൻവശത്ത് ഒരു ഹ്യുണ്ടായുടെ കടയുണ്ട്. ആ കടയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൊക്കെയാണ് പിന്നീട് ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത്, ഫയർഫോഴ്സിൽ ഉൾപ്പെടെ അറിയിക്കുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമുക്ക് മുമ്പ്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങൾ കണ്ടിട്ടില്ല. വരുമ്പോൾ കത്തുന്നതാണ് കാണുന്നത്. കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന് നോക്കി, എല്ലാവരും വിളിച്ച് പറഞ്ഞ് അത്ര തന്നെ. എത്ര പേരുണ്ടായിരുന്നു? ഒരു 5-6 ആൾ പേരുണ്ടാവും. അതിൽ രോഗി മരിച്ചിരിക്കുന്നത്. പിന്നെ 4 ആൾക്കാരെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കുക, മിംസിലേക്ക് കൊണ്ടുപോയി. അത് തന്നെ. എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിന് ഇടിച്ച നിലയിലായിരുന്നു ആംബുലൻസ് ഉണ്ടായിരുന്നത്? ട്രാൻസ്ഫോമറിന് ഇടിച്ചിട്ടാണ് കത്തിയത്. ഈ ബിൽഡിങ്ങിലും തീ പിടിച്ചിട്ടുണ്ടായിരുന്നു? ബിൽഡിങ്ങിനും തീ പിടിച്ച്, സിമ്പിളിന് തീ പിടിച്ചത്. അതൊക്കെ പരിശോധിച്ച് വന്നതിന് ശേഷമാണ് എടുത്തത്. ഈ മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നോ? ഈ ആംബുലൻസ് ഒക്കെ രക്ഷപ്പെടുത്താനായി എത്തിയിരുന്നോ? 4 ആൾക്കാർ പുറത്തേ തെറിച്ച് വീണിരുന്നത്. അവരെ പിന്നെ വേറെ വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുന്ന് ആംബുലൻസ് വന്നിട്ട് എടുത്തുകൊണ്ടുപോയി. പിന്നെ ഒരാൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. അയാളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അയാൾ പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് തീ കൊടുത്തതിന് ശേഷമാണ് എടുത്തത്. എങ്ങനെയാണ് അപകടം നടന്നതെന്ന് തോന്നുന്നത്? നല്ല മഴയുണ്ടായിരുന്നില്ല ആ സമയത്ത്? നല്ല മഴയായിരുന്നു. പിന്നെ അപകടം നടക്കുമ്പോൾ ഞങ്ങൾ ഉള്ളിലായിരുന്നതിനെ കൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ആംബുലൻസ് കത്തുന്ന രംഗമാണ് കാണുന്നത്. പ്രവിത, ഇതുപോലെ തന്നെയാണ് ഇവിടെ സമീപത്തുള്ളവർ അപകടം നടക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ആംബുലൻസിന് തീ പിടിച്ചപ്പോഴാണ് ഇവർ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്, ഈ വലിയ രീതിയിലുള്ള ഈ ഒരു അപകടം കാണുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന 5-ലധികം പേർ, 6 പേർ ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ചിലർ പുറത്തേക്ക് തെറിച്ചു വീണു. ഈ ആംബുലൻസിനകത്ത് കുടുങ്ങിക്കിടന്ന സുലോചന, നാദാപുരം സ്വദേശിയായ രോഗി സുലോചനയാണ് ദാരുണമായി മരിച്ചിരിക്കുന്നത്.
ഉടൻ തന്നെ മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തിയിരുന്നു. തുടർന്ന് ഈ സുലോചനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം പരിക്കേറ്റവരെയും സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിധ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടാണ് സംഭവം. ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി ബന്ധു മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകുന്ന വിവരം. മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യം ബോർഡ് നിലം പതിച്ചുണ്ടായ അപകടത്തിൽ മരണം 12ആയി. ചികിത്സയിലുള്ള 43 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. NDRFിന്റെ നേതൃത്വത്തിൽ ലോഹപാളികൾ മുറിച്ചുമാറ്റിയുള്ള ശ്രമകരമായ ദൌത്യമാണ് പുരോഗമിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, അതിദാരുണമായ സംഭവമാണ്. ഇപ്പോൾ മരണസംഖ്യ 12 ആയിരിക്കുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? ഇപ്പോഴും രക്ഷാദൗത്യം ഈ മേഖലയിൽ തുടരുകയാണ്. NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം തുടരുന്നത്. വലിയ ലോഹപാളികളൊക്കെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ഇനിയും ഒരു 4 പേർ കൂടി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകാം എന്നതാണ് മുംബൈ കോർപ്പറേഷൻ അറിയിക്കുന്നത്. അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഇപ്പോൾ 12ലേക്ക് എത്തി എന്നത് വേദനാജനകമായ ഒരു സംഭവമാണ്. ഇന്നലെ വൈകിട്ടോടെ തന്നെ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ശേഷിച്ചവർ രാത്രിയോടെ ചികിത്സയിലിരിക്കെ മരിച്ചു. ചിലരെ ജീവനില്ലാതെ തന്നെ പുറത്തെടുക്കേണ്ടി വന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃതമായി സ്ഥാപിച്ച ഒരു കൂറ്റൻ ഫ്ലെക്സാണ്, കൂറ്റൻ ബോർഡാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത്. ഈ കമ്പനിക്കെതിരെ, ഈ ബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർമാർക്കെതിരെ പന്തുനഗർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPC 304 അടക്കം നരഹത്യ കുറ്റം അടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ശരി, മുംബൈയിലെ ഘാട്ട്കോപ്പറിലാണ് കൂറ്റൻ പരസ്യം ബോർഡ് നിലം പതിച്ചുണ്ടായ അപകടത്തിൽ മരണം 12 ആയത്. ചികിത്സയിലുള്ള 43 പേരാണ്. ഒരാളുടെ നില ഗുരുതരം എന്നാണ് ലഭിക്കുന്ന വിവരം. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധയെ തുടർന്ന് പറ്റ്ന എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം ഇന്ന് പറ്റ്നയിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 പതിറ്റാണ്ടിലേറെയായി ബീഹാർ BJP രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സുശീൽ കുമാർ മോദി. ബീഹാർ രാഷ്ട്രീയത്തിലെ ലക്ഷ്മണൻ. നിതീഷ് കുമാറിനൊപ്പം 11 വർഷത്തോളം ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. റാം ലക്ഷ്മൺ കി ജോഡി എന്നായിരുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ ഇരുവരുടെയും വിളിപ്പേര്. നിതീഷിനെ 2 തവണ NDAയിലേക്ക് തിരികെ എത്തിക്കാനും BJP ഉപയോഗപ്പെടുത്തിയത് സുശീൽ കുമാർ മോദിയുമായുള്ള ഹൃദയബന്ധമായിരുന്നു. പ്രതിപക്ഷ നേതാവ്, ധനമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി തുടങ്ങിയ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം 4 സഭകളിലും അംഗമായ അപൂർവ നേതാക്കളിൽ ഒരാളാണ്. പട്ന സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറിയായാണ് രാഷ്ട്രീയ പ്രവേശനം. അന്ന് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവിനെതിരെ പിന്നീട് 90കളിൽ കാൽത്തീറ്റ കുംഭകോണക്കേസിൽ പൊതുതാൽപര്യ ഹർജി നൽകിയതും സുശീൽ കുമാർ മോദിയാണ്. ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിൽ ആകൃഷ്ടനായി ബിരുദാനന്തര ബിരുദ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ബീഹാർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥക്കാലത്ത് 19 മാസങ്ങളോളം ജയിലിലടയ്ക്കപ്പെട്ട അദ്ദേഹം അക്കാലത്ത് കരിനിയമമെന്നറിയപ്പെട്ടിരുന്ന മിസ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി. ബീഹാർ BJP രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമുഖമായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധം സൂക്ഷിച്ചിരുന്നു. കേരളത്തിന്റെ മരുമകൻ കൂടിയാണ് സുശീൽ കുമാർ മോദി. കോട്ടയം പൊൻകുന്നം സ്വദേശി ജെസ്സി ജോർജാണ് ഭാര്യ. 24 ഡൽഹി. ഇന്നലെ അന്തരിച്ച നാഗപട്ടണം MP M ശെൽവരാജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10-ന് സ്വദേശമായ തിരുവാരൂർ ജില്ലയിലെ ചിത്തമല്ലിയിലാണ് സംസ്കാരം. യുവജന സംഘടനകളിലൂടെ CPI നേതൃസ്ഥാനത്തെത്തിയ ശെൽവരാജ് 4 തവണ ലോക്സഭയിലേക്ക് വിജയിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിലെ പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. 2019 നടന്ന അനന്തു ഗിരീഷ് വധക്കേസിലും അഖിൽ വധക്കേസിലും എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അനന്തു വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഇനി വിചാരണ പൂർത്തിയായാൽ മതി. വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് മാതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്ന് പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണം എന്നതാണ് ആവശ്യം. പ്രതികളുടെ ജാമ്യാപേക്ഷകൾക്കൊപ്പം സിദ്ധാർത്ഥന്റെ മാതാവിന്റെ ഉപഹർജിയും ഹൈക്കോടതി പരിഗണിക്കും.
പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്ത് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സജീവമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ ഇന്നലെ ടെസ്റ്റ് നടന്നിരുന്നു. പോലീസ് സുരക്ഷയിലാണ് ടെസ്റ്റ് നടന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വന്ന ശേഷം ഇന്നലെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടന്നത്. 117 ടെസ്റ്റുകളാണ് ഇന്നലെ നടന്നത്. ഇന്ന് കൂടുതൽ പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. അതേസമയം ഇന്ന് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.